അലറെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. കണ്ടോ ഇവിടെ ഒരു സംഭവം? We are on our 100th episode. ലോകമെമ്പാടുമുള്ള ഏഷ്യനെറ്റ് ടെലിവിഷന്റെ പ്രേക്ഷകർക്ക് ആദ്യമേ ഒരു വലിയ നന്ദി പറയട്ടെ. ഈ 100 എപ്പിസോഡിന്റെ നിറവിൽ നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 10 നിൽക്കുമ്പോൾ ഇവിടെയുള്ള ഓരോ കണ്ടസ്റ്റന്റിനും ഇവിടെ പാടുന്ന ഓരോരുത്തർക്കും നിങ്ങൾ കൊടുക്കുന്ന പ്രോത്സാഹനം കൊണ്ടാണ് ഈ പരിപാടി ഇത്രയും ഗംഭീരമായിട്ട് പോകുന്നത്. അതിന് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്നും യെസ്. അപ്പൊ നമ്മുടെ 100th ഡേ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഏഷ്യനെറ്റിന്റെ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സീരിയലുണ്ട്. ഇന്ന് ഓരോ ആൾക്കാരുടെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആ അഭിനയത്തെ പറ്റി പറയാറുണ്ട്, അതിനകത്ത് ചില സീക്വൻസുകൾ എടുത്തിരിക്കുന്ന രീതിയെ പറ്റിയൊക്കെ പറയാറുണ്ട്. ഒരു സിനിമ ലെവലിലുള്ള ഒരു സീരിയൽ നമ്മുടെ ഏഷ്യനെറ്റ് ടെലിവിഷനിലുണ്ട്. ആൻഡ് നോ ഡൗട്ട് മഴ തോറും മുമ്പേ, ആ മഴ തോറും മുമ്പേയുടെ സ്റ്റാർസ് ആണ് ഇവിടെ വരാനുള്ളത്. രണ്ടുപേരെ ഇഷ്ടമാണ്. മഴ തോരുമല്ല തോറുമല്ലല്ലോ തോരും. ചേച്ചി ഇത് മറ്റേ സിംഗേഴ്സ് പറയുമ്പോ തെറ്റിക്കണത് പോലെ ഞാൻ തെറ്റിച്ചതാണ്. ചേച്ചി കറക്റ്റ് ചെയ്തെന്നറിയാം. ചേച്ചി കറക്റ്റ് ചെയ്തതുപോലെ സത്യമാണ്. മഴ തോറുമല്ല, മഴ തോരും മുമ്പേ. മഴ തോരും മുമ്പേയുടെ നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ ഭയങ്കര കൈയോടുകൂടി സ്വാഗതം ചെയ്യണം കിഷോർ ആൻഡ് വൈഷ്ണവി. ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദനമാമഴയിൽ എന്തിനു വെറുതെ നനയുവതിന്നീ തങ്കനിലാവഴകേ ചന്ദനദിക്കരയിൽ തിളങ്ങണ പെൺകുരയെ പോലെ. സായിച്ചേട്ടന്റെ മകൾ വൈഷ്ണവി ചേച്ചി നമ്മുടെ സായികുമാറിന്റെ മകൾ കൂടിയാണ് വൈഷ്ണവി. എടുത്ത് പറയേണ്ടതുണ്ട്. പ്രായത്തിനേക്കാൾ മുതിർന്ന ഒരു കഥാപാത്രമൊക്കെ ചെയ്ത് അതിന് ഭയങ്കരമായി കൈയടി നേടുക എന്ന് പറയുന്നത് പറഞ്ഞേ പറ്റുള്ളൂ. എല്ലായിടത്തും ചെല്ലുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ റെസ്പോൺസ്? അത് പറയൂ. ഫസ്റ്റ് ജോയ്സി സാറിന്റെ പ്രോജക്റ്റ് ചെയ്യുന്നതിന്റെ ഒരു സ്വീകരണം സത്യമായിട്ടും വലിയ ഗംഭീരമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ കിഷോറേട്ടൻ്റെ ഒക്കെ പേരായിട്ടല്ലേ പഴയതുപോലെ ഒരുപാട് വർഷം കൊണ്ട് കാണുന്നില്ലേ? അപ്പൊ കിഷോറേട്ടനെ നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്. ഒരേ സമയത്തൊക്കെ ഉണ്ടായിരുന്നു സീരിയലില്. എനിക്ക് തോന്നുന്നല്ലേ നമ്മുടെ തുടക്ക കാലഘട്ടത്തിൽ വരെയും 25 വർഷം കഴിഞ്ഞു. ഞാൻ 6 വർഷം ആയതേ ഉള്ളൂ. അതെ അതാ ഞാൻ പറഞ്ഞത്. അതെ, പക്ഷെ വർഷയ്ക്ക് കുറച്ച് നേരമായിട്ട് ചോദിക്കണമെന്നുണ്ട്. വർഷയുടെ ഞാൻ എടുത്ത് ഇത് എന്താണ് സസ്പെൻസ് എല്ലാവരും കൂടെയാണ്. നിങ്ങൾ തന്നെ തുറന്നോ? തുറക്കട്ടെ. 100th എപ്പിസോഡിന്റെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് അപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ മഴ തോരും മുമ്പേയുടെ ഫാമിലി നമുക്ക് കൊണ്ടുവന്ന സമ്മാനമാണ് ഇത്. ചേച്ചിക്ക് കൊണ്ടുകൊടുക്കാം, അതല്ലേ നല്ലതാണ്. കാരണം നമ്മള് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാനും കൂടെ ഒന്ന് പൊക്കോട്ടെ. അതാണ്, നിങ്ങൾ രണ്ടുപേരും ചെന്ന് ചേച്ചിക്ക് ഇത് കൊടുക്കും. അതല്ലേ എന്റെ രീതി. അപ്പൊ ഇവിടത്തെ ഒരു സിസ്റ്റം അറിയാലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, സ്റ്റാർ സിംഗർ കാണുന്നുണ്ട്. അപ്പൊ തീർച്ചയായും കോൺവെന്റ് സ്കൂളും ഉണ്ട്, ഗുരുകുലവും. കോൺവെന്റ് സ്കൂളിലേക്ക് വൈഷ്ണവിയെയും ഗുരുകുലത്തിലേക്ക് കിഷോറേട്ടനെയും സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. അപ്പൊ കോൺവെന്റ് ആൻഡ് ഗുരുകുലം ഓൾ സെറ്റ്. ഇന്നത്തെ റൗണ്ട് എന്താണെന്ന് അറിയാൻ ചേച്ചിയിലോട്ട് പോവാം. ചേച്ചി, ഇത്തവണത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ആൽബം സോങ്സ് ആണ്. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ ഒക്കെ ഒരു കാലമാണല്ലോ. അപ്പൊ ആൽബം സോങ്സ് ആണ് കുട്ടികൾ പാടാൻ പോകുന്നത്. പിന്നെ ഒരു റൗണ്ട് ഡുവറ്റ്സ്. ഡുവറ്റ്സ് പക്ഷെ അപ്പൊ സിനിമാ പാട്ടുകളായിരിക്കും. അപ്പോ ഗുരുകുലമാണോ കോൺവെന്റ് ആണോ ആദ്യം ആൽബം സോങ് റൗണ്ടില് ടോസ് ഇടണോ? വേണ്ട, ടോസ് വേണ്ട, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അവിടെയാണ് ആൽബം സോങ്സ് എന്ന് പറയുന്ന സാധനത്തിന്റെ ബ്ലാക്ക് ബാനറല്ലേ പറയണത്. പറയൂ. ഞങ്ങള് വിധുവിനിറക്കുക. ഷെറിഫിക്ക, 1 സെക്കൻഡ്. ഔഷാദിക്ക് ആയിരുന്നെങ്കിൽ പ്രണയത്തിന്റെ രാജകുമാരൻ വിധുരാജ്. ഒന്നിനുമല്ലാതെ
എന്തിനോ തോന്നിയൊരിഷ്ടം, എനിക്കെപ്പോഴോ തോന്നിയൊരിഷ്ടം. രാഗമായി അത് താളമായി, നീ എനിക്കാത്മാവിൻ രാഗമായി. ശൂന്യമാമിൻ ഏകാന്തതയിൽ പൂവിട്ടൊരനുരാഗമായി, നീയൊരു സ്നേഹവികാരമായി. ഒന്നിനുമല്ലാതെ മനസ്സിലെ നവരത്ന വിളക്കിൽ നീ കൊളുത്തി മധുര സ്മരണ തൻ തിരികൾ. മനസ്സിലെ നവരത്ന വിളക്കിൽ നീ കൊളുത്തി മധുര സ്മരണ തൻ തിരികൾ. അഭിലാഷങ്ങളെ സുരഭിലമാക്കി സുഗന്ധ കർപ്പൂര തിരികൾ. അഭിലാഷങ്ങളെ സുരഭിലമാക്കും സുഗന്ധ കർപ്പൂര തിരികൾ. ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം, എനിക്കെപ്പോഴോ തോന്നിയൊരിഷ്ടം. വാതിൽ തുറന്നു വീണ്ടും വസന്തം വന്നു വിടർന്നു. വെളിച്ചം വാതിൽ തുറന്നു വീണ്ടും വസന്തം വന്നു വിടർന്നു. എന്നിലെ എന്നെ ചുംബിച്ചുണർത്തി എനിക്കു പ്രിയമാ നിൻഗാനം. ചുംബിച്ചുണർത്തി എനിക്കു പ്രിയമാ നിൻഗാനം. ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം, എനിക്കെപ്പോഴോ തോന്നിയൊരിഷ്ടം. രാഗമായി അത് താളമായി, നീ എനിക്കാത്മാവിൻ ദാഹമായി. ശൂന്യമാമിൻ ഏകാന്തതയിൽ പൂവിട്ടൊരനുരാഗമായി, നീയൊരു സ്നേഹവിഹാരമായി. ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം, എനിക്കെപ്പോഴോ തോന്നിയൊരിഷ്ടം. ഉഗ്രനായിട്ട് പാടി, നല്ല ഭംഗിയായിട്ട് പാടി. അപ്പോൾ വിധുവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ശരിക്കും ബാലഭാസ്കറിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും നല്ലൊരു മ്യൂസീഷ്യൻ, നല്ലൊരു വ്യക്തിത്വം കൂടെയാണ്. ഞാൻ ബാലുവിൻ്റെ കൂടെ കുറച്ച് ആൽബംസും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫിലിമിലും പാടിയിട്ടുണ്ട്. നല്ലൊരു മ്യൂസീഷ്യനാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ബാലുവിനെ ഓർക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എവിടെയാണെങ്കിലും സമാധാനമായിട്ടിരിക്കട്ടെ.
പിന്നെ നമ്മുടെ ജയേട്ടൻ വെറുതെയാണോ ഭാവഗായകൻ ഇരിക്കുന്ന ഓരോ വാക്കുകൾക്കും ചേട്ടൻ കൊടുത്തിരിക്കുന്ന ഭാവം എന്ത് രസമായിട്ടാണ് ചേട്ടൻ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആകെ തോന്നിയതൊരു 2-3 സ്ഥലത്തെ വാക്കുകളാണ് തെറ്റി. പാട്ടിനകത്ത് പാടിയതിനെ എനിക്ക് ഒന്നും പറഞ്ഞില്ല. അത്രയും ക്ലീനായിട്ട് ഭാവപൂർണമായിട്ട് തന്നെ പാടി. ആദ്യത്തെ പല്ലവിയിലൊരു രാഹം ആയിപ്പോയി, അത് ദാഹമായിരുന്നു, അത് രാഹം എന്ന് പാടിപ്പോയി. പിന്നെ ഒരിടത്ത് ഒരു ഫസ്റ്റ് ചരണത്തിൽ ഒരു വരി ആദ്യത്തെ പ്രാവശ്യം എന്നും രണ്ടാമത്തത് ഈന്നും എന്തായിരുന്നു വേർഡ്? കുമ്മും കീയും പാടി. എനിക്ക് ബാക്കിയല്ല ഇഷ്ടപ്പെട്ടു ഈ 2 വാക്ക്. അതിലാണല്ലേ ആ മാസ്. ഇല്ല ചേച്ചി, വേറൊരു കാര്യം പറയണം. ഞാൻ തുടക്കത്തിൽ ഇത് പറയാതിരുന്നത് തന്നെയാണ്. അവന് നല്ല ചുമയാണ്. അപ്പൊ അതൊന്നും തോന്നിയില്ല ഈ ചുമ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ നമ്മളെല്ലാരും പറഞ്ഞോണ്ടിരിക്കുന്ന ഈ ചുമ കാരണം നല്ല ടെൻഷനിലായിരുന്നു. കാരണം ശ്വാസം പിടിക്കുന്നതിന്റെ ഒക്കെ ടെൻഷനായിരുന്നു. ചൂടുവെള്ളം കുടിക്കാൻ പറ്റില്ല, ഞാൻ ഡ്രൈ ആവും, വേണ്ട എന്നൊക്കെ പറഞ്ഞാണ് കയറി വന്നത്. അപ്പോ നമ്മളെല്ലാരും അവിടെ ഇരുന്നത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവന് ആ ഒരു ടെൻഷൻ കിടപ്പുണ്ട്, ആ ചുമയുടെ ഇതൊക്കെ. പക്ഷേ പാടിയപ്പോ ഒന്നും തോന്നിയില്ല, ചുമയൊന്നും തോന്നിയില്ല. മോൻ നല്ലോണം കൺട്രോൾ ചെയ്ത് തന്നെ പാടി. വോയിസ് ഡ്രൈ ആയത് പോയതും അങ്ങനെ ഒരു തൊണ്ട ഉണങ്ങിയ ഫീലിംഗ് പോലും വന്നില്ല. നന്നായിട്ട് തന്നെ പാടി, ദൈവം തുണച്ചു. നന്നായി തന്നെ പാടി. ഇത് പാടി ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് സുഖമായിട്ടിരുന്ന് കേൾക്കാൻ പറ്റുമെങ്കിലും ഒരുപാട് സംഗതികളും ആൻഡ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വിധു പഠിച്ചിട്ടുണ്ട്. ശരത്തിനൊരു പ്രത്യേക കൈയടി, അത്രയും നന്നായിട്ട് പഠിപ്പിച്ചതിന്. ഈ റൗണ്ട് ആരാണോ ഡിസൈഡ് ചെയ്തത് അവരോട് ഒരുപാട് നന്ദി പറയണം. കാരണം വെച്ചാൽ നമ്മുടെയൊക്കെ മെമ്മറീസിൻ്റെ ഏറ്റവും നല്ലൊരു സമയത്തേക്കാണ് കൊണ്ടുപോകുന്നത്. 28 വർഷമായതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ലേ ഈ പാട്ടിന്. അസലായിട്ട് പാടി. ആകെ തോന്നിയൊരു കാര്യം അത് ഇങ്ങനെ സുരഭിലമാക്കും സുഗന്ധ കർപ്പൂര തിരികൾ നിർത്തിയിട്ടൊരു ഹമ്മിങ് പാടുന്നില്ലേ, ആ സ്ഥലത്ത് മാത്രം ഒരു കുഞ്ഞ് കൺഫ്യൂഷൻ തോന്നി. അത് ഒന്നും ഹറിയായ മാതിരി തോന്നി. ഒരു ഗുരുകുലം പോലെ ഫീൽ ചെയ്ത് എന്താണെന്നറിയോ, ഞാൻ ഇവിടെ നിന്ന് അവൻ ചോദിക്കുകയാണ്, ഷെരീഫിക്ക എനിക്ക് പാടാൻ പറ്റില്ല, എനിക്ക് ചുമയാണ്, എനിക്ക് പറ്റില്ല പാടാൻ, ചുമയാണ് എനിക്ക്. ഇവൻ ഇതിങ്ങനെ 2-3 പ്രാവശ്യം കൊണ്ട് പറയാം. അപ്പൊ ഞാൻ പേടിച്ചിരിക്കണത് എന്നിട്ട് എന്താ കയറി കാണിച്ചത്. അപ്പൊ ഞാൻ ആലോചിക്കണം, അപ്പൊ ഈ ചുമ ഇല്ലാതിരുന്നെങ്കിലുള്ളൊരു അവസ്ഥ എന്താ. അയ്യോ സത്യം നമ്മളൊക്കെ ഭയങ്കര കുശുമ്പുണ്ടാവും നിങ്ങളോടൊക്കെ. എനിക്ക് എൻ്റെ സ്കൂൾ ടൈം തന്നെ ഓർമ്മ വന്നത്. ആ മിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആൽബം സോങ്സിനൊക്കെ ഉള്ള പ്രോഗ്രാമാണ് മിസ്റ്റ് ഡ്യൂ ഡ്രോപ്സ് ഒക്കെ. ആ ഫീൽഡിൽ തന്നെയാണ് ആൽബം സോങ്സ് അന്നത്തെ സമയത്ത് വന്നിരുന്നത്. ആ ഫുൾ ഫീൽഡിൽ തന്നെ പാടി, ഒരുപാട് ഇഷ്ടമായി. 100ാമത്തെ എപ്പിസോഡിൽ നമ്മുടെ വിധുക്കുട്ടന്റെ മാർക്സ്. ഫിനാലയിലെ ഗംഭീര സ്കോറാണ് 99. ശരി, അവിടെ നിന്ന് കറങ്ങി എവിടെ എത്തുന്നു നോക്ക്. 1290.5. 1290.5. നമ്പർ 1 ഇൻ ദ പൊസിഷൻ. ഇത് ഈ റൗണ്ടിലെ ഫസ്റ്റ് സോങ്ങും കൂടിയാണ്. ഇനി അങ്ങോട്ടുള്ള റാങ്കുകൾ നമുക്ക് നോക്കാം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, സൂപ്പർ. ഞാനൊരു കാര്യം പറയാം. അതായത് നിങ്ങൾ വിശ്വസിക്കാത്തൊരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സൂര്യന് 4-5 കല്യാണാലോചനകളാ. സത്യമായിട്ട് തിരുവല്ലാമലയിൽ ധ്യാനത്തിന് പോയി വിചാരിച്ചവൻ. പ്രപ്പോസൽ വന്ന കിൻഡർ ഗാർഡൻ എനിക്കറിഞ്ഞൂടാ. അവൻ പറഞ്ഞു കല്യാണമല്ലോ. സത്യം പറ, നീ മൈക്കെടുത്ത് പറ. കണ്ട ഈ പ്രായമല്ലല്ലോ തോന്നി. അപ്പൊ അതുകൊണ്ട് തെറ്റിദ്ധരിച്ച് വന്നതാ. അതെങ്ങനെ വന്നത്? ഒരെണ്ണം എന്റെ ഫാമിലിയിൽ തന്നെ വന്ന് ചോദിച്ചത്. ആണോ? ആർക്കടാ ധൈര്യം? ശിവ സ്റ്റഡി ആയിട്ട്. അപ്പൊ ഇനി അങ്ങനെ ആലോചന വേണ്ട പറഞ്ഞു. അത് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. ആര് കല്യാണാലോചനയായിട്ട് പോരുത്. വേണമെങ്കിൽ ഞങ്ങളുടെ ദിൽരാജ് അവിടെ ഉണ്ട്, നിറഞ്ഞു നിൽക്കണോ. ദിൽരാജ്, അർജുൻ, വൈശാഖ്. ഓ സോറി, വൈശാഖിനെ ഒരിക്കൽ കെട്ടിച്ചു വിട്ടാണ് ഇനി കെട്ടിച്ചു വിടാൻ പറ്റില്ല. സോറി മാൻ. ദിൽരാജ് ഇങ്ങനെ ഓട് പൊളിച്ച് നിൽക്കുക. അപ്പൊ ഇത് ചോദിക്കാം, അപ്പൊ എന്റെ പേര് പറയുന്നില്ലെന്ന് നിനക്കായിട്ടില്ല. അർജുനായിട്ടില്ല.